ബ്രഹ്മാവിനെ ആരും പൂജിക്കാതെ പോയ കഥ. ഒരിക്കൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവും രക്ഷകനായ വിഷ്ണുവും കൂടി സംഹാരമൂർത്തിയായ ശിവനെ അന്വേഷിച്ചിറങ്ങി. സഞ്ചരിച്ച് അവർ ഹിമാലയത്തിലെത്തി. അവിടെ പ്രകാശിച്ചു കൊണ്ടിരുന്ന ശിവലിംഗത്തെ കണ്ടെത്തി. എന്നാൽ അതിൻ്റെ അഗ്രങ്ങൾ കാണാൻ 2 ദേവന്മാർക്കും കഴിഞ്ഞില്ല. ശിവലിംഗത്തിൻ്റെ അഗ്രം തേടി ബ്രഹ്മാവും വിഷ്ണുവും യാത്ര ആരംഭിച്ചു. വിഷ്ണു ഭഗവാൻ താഴോട്ടും ബ്രഹ്മാവ് മുകളിലോട്ടുമായി ആ യാത്ര തുടർന്നു. വളരെ കാലം കൊണ്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടും 2 പേർക്കും ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. നിരാശരായ ബ്രഹ്മാവും വിഷ്ണുവും ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. സന്തുഷ്ടനായ ശിവൻ എന്ത് വരം വേണമെന്ന് 2 പേരോടും ചോദിച്ചു. ശിവൻ തൻ്റെ പുത്രനായി ജനിക്കണമെന്ന് ബ്രഹ്മാവ് വരം ആവശ്യപ്പെട്ടു. വിഷ്ണു ശിവൻ്റെ പാദ ശുശ്രൂഷ ചെയ്യാനുള്ള ഭാഗ്യമെങ്കിലും തനിക്ക് നൽകണമെന്ന വരമായിരുന്നു ആവശ്യപ്പെട്ടത്. വിഷ്ണു ആവശ്യപ്പെട്ട വരം തന്നെ ശിവൻ നൽകി. അതോടെ വിഷ്ണു ശിവൻ്റെ ശക്തിയായി അവതരിക്കുകയും ചെയ്തു. എന്നാൽ ബ്രഹ്മാവിൻ്റെ ആഗ്രഹത്തിൽ ഭഗവാൻ കുപിതനായി. ബ്രഹ്മാവിനെ അനുഗ്രഹിക്കുന്നതിനു പകരം ഇങ്ങനെ ശപിച്ചു: മേലിൽ ബ്രഹ്മാവിനെ ആരും പൂജിക്കാതെ പോകട്ടെ. ബ്രഹ്മാവിൻ്റെ അതിമോഹത്തിന് ശിവൻ അറുതി വരുത്തി. അന്നു മുതൽക്കാണ് ബ്രഹ്മാവിനെ ആരും പൂജിക്കാതായത്.